പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും, ഇന്ന് ഈശോയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം. കർത്താവേ, വളർത്തുമൃഗങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയോ, ചെറിയ വരുമാനക്കാർ, അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അവരെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയെടുത്ത് മറുപടി ഉണ്ട് ഈശോയെ. അങ്ങ് വിചാരിച്ചാൽ മതി, ഒരു നിമിഷം വിചാരിച്ചാൽ മതി, അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും. എല്ലാവരും പറയണത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട, ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട് ഈശോയെ. അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് കർത്താവേ. അങ്ങേ ആ കൃപയിൽ അവലംബം വെച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ആ മക്കളെ രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗമോ അതിനുള്ള പോംവഴിയോ ഇല്ലെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവെ അങ്ങയുടെ മക്കള് വീണ്ടെടുക്കപ്പെടുകയും അതുപോലെ തന്നെ അവർക്ക് പുതിയ ഉണർവും പുതിയ ഊർജ്ജസ്വരതയും നൽകി അവർക്ക് മൊഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ വെളിച്ചമായി പ്രാർത്ഥന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സന്ധിക്കട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളെ സന്ധിക്കട്ടെ, നിങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തട്ടെ. നിങ്ങൾ പോകുന്ന വഴികളിൽ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കുന്ന ചെയ്ത കർത്താവിൻ്റെ ദൂത് നിനക്ക് മുമ്പ് പോവുകയും നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ഇന്നും നിന്നെ ഈശോ അനുഗ്രഹിക്കട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്വരെ നയിക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമുക്ക് നൽകുന്ന ഒരു നിരീക്ഷണമുണ്ട്. കാര്യം നമുക്ക് ചുറ്റും ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചിലർ
ഓണത്തിന് തന്നെ എന്തുമാത്രം ലഹരി പദാർത്ഥങ്ങൾ ചിലവായി പോവുകയും അതുപോലെ തന്നെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുമൊക്കെ മദ്യപിക്കാൻ തുടങ്ങി ചിലയിടത്തൊക്കെ. ഒക്കെ കാരണം കുഞ്ഞുങ്ങളും കാണുന്നുണ്ട് നാളെ മധ്യ കേരളം എന്ന് പറയുന്നത് മധ്യ കേരളമൊക്കെ ചെയ്യുക. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ കൃപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടായിരിക്കും. ഇവരെ 6-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാലാകാലങ്ങളായിട്ട് അവർ സഭാവിരുദ്ധരായിട്ട് ജീവിച്ചിരിക്കുന്നവരും അവർ അതാണ് കുളിച്ച പന്നി ചെളിയിൽ കിടന്നുരുളെന്ന് പറഞ്ഞത്. 2:22 എടുത്തേ. നായ് ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. അപ്പൊ ഒരു വീട്ടില് ഉദാസ ഇല്ലാതെ ജീവിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അത് പിന്നീട് വരുന്ന ആ ചേട്ടത്തി അനിയത്തിയും ഒക്കെ ആ രീതിയിലായി പോകും. കുളിച്ച പന്നി ചെളി കിടന്ന് വീണ്ടും വീണ്ടും ഉരുളുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കേമത്വമല്ല ശരിക്കും പറഞ്ഞാൽ, അതിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയതാ. അപ്പം നിങ്ങൾ അതാണ് വചനം പറയണത്. അതിൻ്റെ അകത്തും ചില ആൾക്കാർ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ എന്ത് ചെയ്യണം? ഇത് കണ്ട് വീണു പോകരുതെന്ന്. 1 Corinthians 10:12. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. അപ്പൊ വീഴാനുള്ള സാധ്യതയൊക്കെ ഉള്ളതാണ്. കാര്യം നമ്മൾ തെന്നുന്ന സ്ഥലത്തല്ലേ നിൽക്കണത്. സമൂഹം മൊത്തം നോക്കുമ്പോൾ തെന്നുന്ന സ്ഥലത്താണ് നിൽക്കണത്. ഇപ്പൊ സങ്കീർത്തനം 73:18 അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. അവർ നാശത്തിലേക്ക് വഴുതി വീഴുവാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു. വീണത് നിങ്ങൾ ഓർക്കണം, അവരുടെ കേമത്തം കൊണ്ട് വീണതല്ല, ദൈവം തള്ളിയിട്ടതാണെന്ന്. പിടിയിടിയാ ഓരോ അണ്ണന്മാർ വീണുന്നില്ലേ? വീടിന് മോന്തയും മുന്നിയൊക്കെ പോണില്ലേ? ഇല്ലേ? പല അബോർഷൻസും പല പ്രീമാരിറ്റൽ സെക്സും പല കലാപരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് കേമത്വമാണെന്ന് വിചാരിക്കണം. കേമത്വമല്ല. ഇങ്ങനെയുള്ള അവതാരങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത കൊണ്ട് ദൈവം തന്നെ തള്ളിയിട്ടിരിക്കുന്നതാണെന്ന്. എന്താ കാര്യം? പല ആൾക്കാരും തിന്മകൾ ചെയ്യുമ്പോൾ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കണമെന്നാണ് നമ്മളെ. അപ്പോൾ ദൈവം ഇങ്ങനെ ചില ആൾക്കാരെ തള്ളിക്കളയുന്ന കാര്യം ഉറപ്പായത് കൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എന്താണ്? അങ്ങനെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന്. സങ്കീർത്തനം 51:11 അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. തിരികെ എടുക്കരുത്. അപ്പൊ ഈ 2 കാര്യം ദൈവം ചെയ്യണ കാര്യങ്ങളാണ്. ഒന്ന്, പുകഞ്ഞ കൊള്ളി പുറത്ത് തള്ളിയവണ്ണം തള്ളിക്കളയും. രണ്ടാമത്തെ എന്താണ്? കൊടുത്ത ആത്മാവിനെ തിരിച്ചെടുക്കും. കടുത്താണ് അവർക്കത് കിട്ടിയിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ്. കിട്ടിയ കാര്യമില്ലാത്ത ഇത് രണ്ടും ദാവീദിന് അറിയാവുന്ന കൊണ്ടാണ് ദാവീദ് കണ്ണീരോടെ പറയുന്നത്, കർത്താവേ എന്നെ അബദ്ധം പറ്റിപ്പോയി, എന്നെ തള്ളിക്കളയരുതെന്ന്. ഇതൊന്നും കേമത്വമല്ല, അബദ്ധമാണെന്ന്. കേമത്വമല്ല, അബദ്ധമാണെന്നാണ് പറയണത്. ഉറിയാനെ കൊന്നത് കേമത്വമല്ല, അത് അബദ്ധമായിപ്പോയി. ബർശിബയെ പ്രാപിച്ച കേമത്വമല്ല, അത് അബദ്ധമായിപ്പോയി എന്ന് കണ്ണീരോടെ പറഞ്ഞിട്ട് പറയും, എന്നെ തള്ളിക്കളയരുത് എന്ന് പറയും. അതാണ് അനുതാപം എന്ന് പറയണത്. അനുതാപം ഉണ്ടെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ലെന്ന് ദൈവത്തിന് തോന്നിയാൽ തീർച്ചയായിട്ടും നിനക്ക് റീ എൻട്രി കിട്ടും. അല്ലെങ്കിൽ നീ നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നീയും കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണല്ലോ. അപ്പം എന്താണ് പറഞ്ഞത്? കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇപ്പം കുടുംബം ചേർത്താ പറയണതേ. ഇപ്പം ശാപം കിട്ടുമ്പോഴും അങ്ങനെ തന്നെയല്ല വരണത്. കുടുംബം രക്ഷ പ്രാപിക്കുകയും തന്നെയും ശാപവും അതുപോലെ വരുമല്ല. ഒരുത്തൻ കയറി എന്തെങ്കിലും ദൈവത്തിന് നിരക്കാത്ത കാര്യം കാണിച്ച് പണത്തിൻ്റെ പേരിലോ അവൻ ജോലിക്കാരനായതുകൊണ്ട് ശമ്പളക്കാരനായതുകൊണ്ട് വീട്ടിലെ ചിലവ് നടത്തുന്ന കാരണം അമ്മ അതിനെ സപ്പോർട്ട് ചെയ്യും, അവൻ കാണുന്ന തിന്മയെ അപ്പനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? പലയിടത്തും തിന്മകൾ സംഭവിക്കണം. അങ്ങനെയല്ലേ?
ഒരുത്തരം കയറി അവിടുത്തെ വേലക്കാരന് വരുമാനമുള്ള ആൾക്കാരെ മാറുമ്പോൾ അവൻ എന്ത് പോക്കൃത്തരം കാണിച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവന് ചിലവ് കൊടുക്കത്തില്ല വീട്ടിലെ. അപ്പോൾ അമ്മ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇളയത്തെങ്ങളും അതിൻ്റെ കൂടെ വഴി അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അങ്ങനെ അധർമ്മത്തിൻ്റെ കൂടായിട്ടുള്ള എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയാവോ? അങ്ങനെ കുടുംബങ്ങളുടെ എണ്ണം കൂടുന്ന സമയത്താണ് ആ ഇടവകയിൽ തന്നെ ഈ അന്തഛിദ്രം ഉണ്ടാകണം ശരിക്കും പറഞ്ഞാൽ. അതുപോലെ അങ്ങനെ കുറേ ഇടവകയുണ്ട്. ഇടവകയിൽ ചില അതായത് ഇങ്ങനെ കാലാകാലങ്ങളുടെ അധർമ്മം മാത്രം പെരുകി രോഗാതുരമായിട്ടുള്ള ഗുണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്തരം കുടുംബങ്ങളുടെ എണ്ണം പൊതുസമൂഹത്തിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിത്യാരാധനയൊക്കെ വെക്കണത്. ആൾക്കാർ പരിഹാര ആരാധനയൊക്കെ വെക്കത്തില്ലേ പള്ളികളിൽ? ഒരു ദിവസം മുഴുവനും ഇതുപോലെ ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ആ ഉണർവോടെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഈ പനി ബാധിക്കും. അപ്പോൾ നിസ്സാരമല്ല അത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ വർഷങ്ങളായിട്ട് പള്ളികളിൽ വ്യഭിചാരത്തെക്കുറിച്ചോ ഗർഭചിതത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ അച്ഛന്മാർ സംസാരിക്കണില്ല, പാസ്റ്റർമാർ സംസാരിക്കണില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് അപ്പോൾ എന്താ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ സംസാരിച്ചാൽ ജനങ്ങളെ എങ്ങനെ പോകുന്നു അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് അവരെ തിന്മയുടെ ഒത്തുതീർപ്പെടുകയും അപ്പോഴെന്ത് ചെയ്യും? അപ്പോൾ സമൂഹം മുഴുവനായിട്ടും നശിക്കും. അങ്ങനെയുള്ള ഒരു സഭയെ ദൈവത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പള്ളികളൊക്കെ വിൽക്കട്ടെന്ന് ദൈവം കരുതണത്. യൂറോപ്പിലൊക്കെ പല പള്ളികളും വിറ്റെന്നൊക്കെ പറയുന്നത് അതാണ് സംഭവം. അതുകൊണ്ടായിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ കൊണ്ടാണ്. കാര്യം അവരുടെ ആ രാജ്യവും ആ ഉണ്ടാക്കുന്ന നിയമങ്ങളും ആ സപ്പോർട്ട് ചെയ്യുന്ന സഭയും ഒക്കെ എല്ലാം ആ രീതി കോംപ്രമൈസ് ഒത്തുതീർപ്പിന് വിധേയമാണ്. അപ്പം എൻ്റെ വിഷയം എന്ന് പറയണത് ഇങ്ങനെ കുറേയുള്ള കാര്യങ്ങൾ ഇതിനൊന്നും ഒത്തുതീർപ്പില്ലാത്തതാണ്. അവസാനം ഏലിയായോട് ചോദിക്കണില്ലേ, ഏലിയായോട് ചോദിക്കണേ നീ എന്ത് ചെയ്യണം? അപ്പോൾ എല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ ദൈവം അവൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്, നീ എന്ത് ചെയ്യണമെന്ന്. നിന്നെക്കുറിച്ചുള്ള തീഷ്ണതയാൻ ഞാൻ ചുരുക്കുകയാണ്. ഒരാളായാലും മതി, അതിനൊരാളായാലും മതി. നിൻ്റെ വീട്ടിൽ തീഷ്ണതയുള്ള നീ മാത്രമാണെങ്കിൽ നീ മാത്രം നിൽക്കണം. നിന്നിലൂടെ ആ കുടുംബത്തെ ദൈവം വീണ്ടെടുക്കും. എൻ്റെ പേര് ആൻ ഗ്രേസ് എന്നാണ്. ഞാൻ വരുന്നത് കൂടാലപ്പാട് പെരുമ്പാവൂരിൽ നിന്നാണ്, എറണാകുളം ജില്ലയിലെ. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2025 ജനുവരി 24 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് എന്നെ ഇവിടെ പപ്പയും അമ്മയും കൊണ്ടുവന്നത് കൃപാസനത്തിലേക്കെന്ന് പറഞ്ഞിട്ടല്ല, എറണാകുളത്ത് വരാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അന്ന് ഇവിടെ വന്നപ്പോഴാണെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 10ലാണ്, SSLCയുടെ സമയമായിരുന്നു. പക്ഷേ ഇവരോടുള്ള ദേഷ്യമായിരുന്നു എനിക്ക് എന്നോട് പറയാണ്ട് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ. അന്ന് എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ തോന്നിയില്ല. ഞാൻ പ്രാർത്ഥിക്കാതെ ഒരു ആവശ്യവും മാതാവിൻ്റെ അടുത്ത് പറയാതെ വെറുതെ ഇവിടെ പള്ളിയിൽ വന്നിരുന്ന് ഇവിടെ ഒന്ന് കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു പോയത്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെയും 2-3 വട്ടം വന്നെങ്കിലും എനിക്ക് ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ വന്നാലും ഞാൻ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കില്ലായിരുന്നു. ജോസഫ് അച്ഛൻ 2-3 വട്ടം എൻ്റെ മുഖത്തേക്ക് നോക്കിയെങ്കിലും എനിക്ക് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അച്ഛൻ നോക്കുമ്പോൾ ഞാൻ ഐ കോണ്ടാക്ട് മാറ്റുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കറിയായിരുന്നു ഞാനിവിടെ വരാൻ യോഗ്യമുള്ള ആളൊന്നുമല്ല, എനിക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കാനുള്ള ഒരു യോഗ്യത ഇല്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വരാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ ഇവിടെ വന്നപ്പോൾ. പിന്നീട് അമ്മ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് പിറ്റേ കൊല്ലം അമ്മ ലീവിന് വന്നപ്പോൾ 2023 ഞാനിവിടെ വന്നത്. അന്ന് ഞാനിവിടെ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ മുഖത്ത് നോക്കിയതും അവിടെ പോയിരുന്ന് ഇവിടെ നിന്ന് ജപമാല ചൊല്ലിയതൊക്കെ. എന്നാലും എൻ്റെ കാര്യം കാണാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യം നടക്കണം എന്നുള്ളതിന് വേണ്ടി മാത്രമായിരുന്നു ഞാൻ അന്ന് ഇവിടെ പ്രാർത്ഥിച്ചിരുന്നത്. ഒരു മനസ്സിൽ നിന്ന് ഞാൻ മാതാവിനെ വിളിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് മാതാവിനോട് ഭക്തി ഉണ്ടായിരുന്നില്ല. ദൈവത്തോട് നേരിട്ട് ചോദിച്ചാൽ കിട്ടും, മാതാവിനോട് ചോദിച്ച് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്ക് ആദ്യം. അതിനുശേഷം അമ്മ ഉടമ്പടി എടുത്തു. അമ്മ ഉടമ്പടി എടുത്തത് ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലില്ലായിരുന്നു, വീട്ടിൽ ചൊല്ലിയാലും ഞാൻ കൂടില്ലായിരുന്നു, ഞാൻ റൂമിലിരിക്കുകയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വരാൻ തോന്നാറേ ഉണ്ടായിരുന്നില്ല പ്രാർത്ഥിക്കാനായിട്ട്. അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം 1 വർഷത്തോളം അമ്മ പ്രാർത്ഥിച്ചു. 2024 ആയപ്പോഴത്തേക്ക് എനിക്ക് പതിയെ പള്ളിയിൽ പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കണമെന്ന് തോന്നി തുടങ്ങി.
ഒരു ദിവസം രാവിലെ അമ്മ വിളിച്ചിട്ട് അടുത്തുള്ളൊരു പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞു. മനസ്സോടെ ആണെങ്കിൽ ഞാൻ പോയി. അവിടെ ചെന്ന് ഒരച്ഛനെ കാണാനായിട്ട് ഇടയുണ്ടായി. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മാതാവിൻ്റെ കൃപയില്ലാണ്ട് ഒരിക്കലും ഒന്നും നടക്കില്ല, പ്രാർത്ഥിക്കണം, മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കാര്യമാക്കിയില്ല. എനിക്ക് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ട, ഈശോൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഞാൻ അങ്ങനെ +2 കഴിഞ്ഞു. ഞാൻ +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് വീട്ടിൽ തീരുമാനിച്ചു. ഓസ്ട്രേലിയയിലേക്ക് പോകാനാണ് ആദ്യം തീരുമാനിച്ചത്. അപ്പോൾ എന്നോട് PTE പഠിക്കാൻ പറഞ്ഞു. ഞാൻ PTE പഠിച്ചു. ആദ്യത്തെ വട്ടം പരീക്ഷ എഴുതി, പാസ്സായില്ല. രണ്ടാമത്തെ വട്ടം പരീക്ഷ എഴുതി, പാസ്സായില്ല. അപ്പോഴൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ വട്ടം പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ ആ അച്ഛനെ ഒന്നോടെയും കാണാനിടയുണ്ടായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എത്ര വട്ടം പരീക്ഷ എഴുതിയാലും നീ കൊന്ത ചൊല്ലി ഒരു വട്ടം പരീക്ഷയ്ക്ക് പോയി നോക്ക്, അപ്പോൾ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ അന്ന് പോവാൻ നേരത്തെ ഒരു കൊന്ത ചൊല്ലി കാശുരൂപം, എൻ്റെ പപ്പ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, പപ്പയുടെ കാശുരൂപം അന്ന് എനിക്ക് തന്നു വിട്ടു. കാശുരൂപം കൊണ്ട് ഞാൻ പരീക്ഷ എഴുതാൻ പോയി. ആ പരീക്ഷ ഞാൻ പാസ്സായി. എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാനുള്ള സ്കോറല്ല കിട്ടിയത്, എനിക്ക് ന്യൂസിലൻഡിന് പോകാനുള്ള സ്കോറാണ് മാതാവ് തന്നത്. അന്ന് മുതൽ എനിക്ക് വിശ്വാസമായി, കൊന്ത ചൊല്ലിയ എന്ത് കാര്യം ഉണ്ടെങ്കിലും നടക്കുമെന്ന്. ചെറിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് ഞാൻ കൊന്ത ചൊല്ലി തുടങ്ങി. ഞാൻ പിന്നെ ദിവസം കൊന്തകളുടെ എണ്ണം കൂട്ടി. അങ്ങനെ പരീക്ഷ പാസ്സായി. ഞാൻ ന്യൂസിലൻഡിൻ്റെ പേപ്പർ വർക്ക് തുടങ്ങി. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. 2024 നവംബർ 26 വിസയ്ക്ക് വെച്ചു. പക്ഷേ ഞാൻ ആ ദിവസങ്ങളിൽ പള്ളിയിൽ പോയിരുന്നു. കറക്റ്റ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന ദിവസം ഞാൻ പള്ളിയിൽ പോയില്ല. അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു കൊന്ത എപ്പോഴും ഉണ്ടാവും കട്ടിൽമേ, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ബൈബിളൊക്കെ ഞാൻ എടുത്ത് വെക്കും, ഇവർ വിളിക്കും എന്നുള്ള പ്രതീക്ഷയുള്ളതുകൊണ്ട്. അന്ന് ഇതൊന്നും എൻ്റെ അടുത്തില്ലായിരുന്നു. കൊന്ത എൻ്റെ കയ്യിലുണ്ടായില്ല, പപ്പയുടെ കാശുരൂപം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ വിളിച്ചു. ഇവർ വിളിച്ചപ്പോൾ രാവിലെ 7:30 സമയത്താണ് വിളിച്ചത്. എനിക്ക് ഒന്നും പറയാൻ കിട്ടിയില്ല. എനിക്ക് നോക്കി വായിച്ചിട്ട് പോലും എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കേണ്ട എന്താ എന്നൊന്നും എനിക്ക് കിട്ടിയില്ല. അന്ന് അവർ ഇൻ്റർവ്യൂ പാസ്സായില്ല. അവർ പിറ്റേ ദിവസം മെയിൽ അയച്ചു, ഇൻ്റർവ്യൂ ഫെയിലായിന്ന്. അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവ് കൊണ്ട് ഒന്നും നടക്കില്ല, പ്രാർത്ഥിച്ചിട്ട് മാത്രം എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ എനിക്ക് നടക്കുള്ളൂ എന്ന്. അപ്പോഴൊക്കെ എൻ്റെ അമ്മ പറയണ്ടായിരുന്നു, പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട, എനിക്ക് അല്ലാണ്ട് കിട്ടണമെങ്കിൽ കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു. അതിനുശേഷം എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദ മാതാവേ, എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ജനുവരി 7 അമ്മ ലീവിന് വന്നു. അമ്മ ലീവിന് വന്നതിന് ശേഷം 8 ഞാനും അമ്മയും കൂടി ഇവിടെ വന്നു. അന്ന് വരാനായിട്ട് നേരത്തെ തീരുമാനിച്ചതാണ് അമ്മ വന്നതിൻ്റെ പിറ്റേ ദിവസം വന്നെന്ന്. പക്ഷെ കുറേ തടസ്സങ്ങളുണ്ടായി. അതൊന്നും ഞാനും അമ്മയും കാര്യമാക്കിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു. അമ്മ ഉടമ്പടി പുതുക്കി മണിക്കൂറുകളോളം ഈ ആൾക്കാരുടെ മുമ്പിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ചിന്ത അന്നാണ് ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നത്. എനിക്ക് ഒരിക്കലും ഉടമ്പടി പാലിക്കാൻ പറ്റില്ല, എന്നെക്കൊണ്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ പറ്റില്ല, അതുപോലെ ഇതിനകത്തുള്ള നിയമങ്ങളൊന്നും എനിക്ക് പാലിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ അന്ന് ഇവിടെ നിന്ന് പോയപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഈ ചിന്ത കിടന്ന് അലട്ടാൻ തുടങ്ങി, ഉടമ്പടി എടുക്കണം എന്ന്. ഞാൻ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. ഇൻസ്റ്റയൊക്കെ നന്നായിട്ട് കുറേ നേരം റീല് കാണുകയൊക്കെ ചെയ്യും. എനിക്ക് ആ ദിവസങ്ങളിൽ ഒരാഴ്ച വന്ന റീല് മൊത്തം ഉടമ്പടി എടുത്തതിന് ശേഷം വിസ അപ്രൂവ് ആയവർ, ജോലി കിട്ടിയവർ, വിദേശത്ത് ജോലിക്ക് പോയവർ, അവരുടെ സാക്ഷ്യങ്ങളും അവരുടെ ഇതുമായിരുന്നു എൻ്റെ റീലിലും യൂട്യൂബിലാണെങ്കിലും എനിക്ക് കണ്ടുകൊണ്ടിരുന്ന പ്രാർത്ഥനകൾ എല്ലാം. അപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ മനസ്സിൽ 2-3 വട്ടം ഇങ്ങനെ ഒരു ദിവസത്തിൽ ചിന്ത വരും ഉടമ്പടി എടുക്കണമെന്ന്. പക്ഷെ ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ച് ഞാൻ ആ ഒരു ഇതിൽ വലിയ പ്രാധാന്യം കൊടുക്കാണ്ട് പോയി. അങ്ങനെ എൻ്റെ വിസയുടെ കാര്യം ദിവസങ്ങൾ പോയി. എനിക്ക് ഫെബ്രുവരി 17 ഇന്ന് ശരിക്കും അവിടെ ക്ലാസ് തുടങ്ങുന്ന ദിവസമാണ്, ഇന്ന് എത്തേണ്ട ദിവസമായിരുന്നു. പക്ഷേ എനിക്ക് എത്താൻ പറ്റിയില്ല. ഞാനപ്പോൾ ഇവിടെ അച്ഛനെ ജോസഫ് അച്ഛനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ജനുവരി 23 രാത്രി അമ്മ ഇവിടേക്ക് വിളിച്ചു, നാളെ അച്ഛൻ ഉണ്ടാവുമോ എന്നറിയാൻ. അപ്പോൾ ഉണ്ട്, നാളെ പോരേന്ന് പറഞ്ഞു. അമ്മ വന്നപ്പോൾ എനിക്ക് എന്തോ ഞാൻ നാളെ ഉടമ്പടി എടുക്കാണമ്മേ എന്ന് പറയാൻ എൻ്റെ വായിൽ വന്നുള്ളൂ. എനിക്ക് വേറെ ഒന്നും അപ്പോൾ പറയാൻ തോന്നിയില്ല. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയി കഴിഞ്ഞ് കുറേ ദിവസം. അപ്പം എൻ്റെ പ്രതീക്ഷ ഉടമ്പടി എടുത്താൽ പെട്ടെന്നെല്ലാം നടക്കും എന്നായിരുന്നു. പക്ഷേ മാതാവ് എനിക്ക് പെട്ടെന്നൊന്നും തന്നില്ല. എൻ്റെ വിശ്വാസം മാതാവ് പരീക്ഷിച്ചതാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ കാര്യം കാണാൻ വേണ്ടി മാത്രം ചിലപ്പോൾ മാതാവിനെ വിളിച്ചതാണെന്ന് മാതാവിന് തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കാം മാതാവ് എനിക്ക്
എന്നെ മാതാവ് പരീക്ഷിച്ചു. മാതാവ് കുറേ വട്ടം എന്നെ എന്താണ് എൻ്റെ ഇതെന്ന് നോക്കി മാതാവ്. അപ്പം ഞാൻ ആദ്യം കാരുണ്യപ്രവർത്തികളായിട്ട് ഒരു അനാഥാലയത്തിൽ അവരെ ശുശ്രൂഷിക്കാൻ പോയത് എൻ്റെ കാര്യം നടക്കണമല്ലോ എന്നുള്ള ചിന്തയും കൊണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മാറ്റം വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് എനിക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ടും എനിക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ വളരാൻ ഞാൻ എല്ലാ ദിവസവും മാതാവിനോട് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ ദിവസം കൂടുതൽ മാതാവിൻ്റെ ഭക്തിയായിട്ട് മാതാവിൻ്റെ മകളായിട്ട് എന്നെ വളർത്തണമെന്ന്. അതിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവ് എനിക്ക് കൂടുതൽ വിശ്വാസം തന്നു. ഞാനങ്ങനെ പിറ്റേ ദിവസം ഒരു ദിവസം മാതാവ് എന്നെ വെറുതെ തോന്നിച്ചു, നീ എനിക്ക് വേണ്ടി നിന്റെ കാര്യം നടക്കാൻ വേണ്ടി നീ ഒന്നും ചെയ്യണ്ട, നീ വെറുതെ എൻ്റെ കാരുണ്യപ്രവർത്തിക്കായിട്ട് നീ എന്തെങ്കിലും ചെയ്യ് എന്ന് പറഞ്ഞ് തോന്നിച്ചു. ഞാനങ്ങനെ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ, പപ്പയ്ക്ക് പോലും അറിയില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ഫുഡ് കൊണ്ടുപോയി കൊടുക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനാ പുസ്തകം ഒരു വട്ടം പോലും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം എൻ്റെ മനസ്സിൽ തോന്നി, നീ ഇതുവരെ ആ ബുക്ക് വായിച്ചിട്ടില്ലല്ലോ, നീ അതൊന്ന് വെറുതെ വായിച്ചു നോക്ക്, അതിനകത്ത് കൃപാസനത്തിലെ ചരിത്രം ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കുന്ന എൻ്റെ മനസ്സിൽ ആരോ പറയണ പോലെ തോന്നി. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഞാൻ വായിച്ചു. അപ്പോൾ ആ സമയത്ത് വീട്ടിലെല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ഈ വർഷം പോകാൻ പറ്റില്ല, ഈ വർഷത്തെ ഇൻടേക്ക് കഴിഞ്ഞു, സമയം കഴിഞ്ഞു, ഇനി അടുത്ത വർഷം പോകാൻ പറ്റുള്ളൂ. അപ്പോഴും പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നോക്കിക്കോ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ ഒരു വിഷമം ഉണ്ടായിരുന്നു, ഒരു വർഷം പോയി എന്നുള്ളത്. പക്ഷെ വിശ്വാസം വിട്ടില്ല, പ്രാർത്ഥിച്ചു, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. എനിക്ക് അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ കാരണമാണല്ലോ കരയണേന്നുള്ള ഇതായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഞാൻ ആ പുസ്തകം വായിച്ച് 2 പേജ് ഞാൻ വായിച്ചോളൂ. ആമുഖവും ജോസഫ് അച്ഛൻ്റെ ഇതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ന്യൂസിലൻഡിൽ ഇവിടത്തെക്കാലം 7.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ നേരം വെളുക്കുമ്പോഴത്തേക്കും അവിടെ ഓഫീസ് ടൈം കഴിയും. നമ്മുടെ ഇവിടുത്തെ 9 മണി വരെ അവർ വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ എനിക്ക് കോള് വന്നത് 9:45 അതായത് അവിടുത്തെ ഓഫീസ് ടൈം കഴിഞ്ഞ് പിന്നെയാണ് എനിക്ക് കോള് വന്നത്. ആദ്യത്തെ വട്ടം എന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിച്ചത് ഒരു സാറായിരുന്നു. പക്ഷെ കഴിഞ്ഞ വട്ടം എന്നെ വെള്ളിയാഴ്ച രാവിലെ എന്നെ വിളിക്കുന്നത് ഒരു ലേഡി സ്റ്റാഫായിരുന്നു. ആള് വളരെ പതുക്കെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സംസാരിച്ചത്. ന്യൂസിലൻഡിലെ ആക്സെൻ്റ് ഒരിക്കലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ആക്സെൻ്റ് അല്ല. ആദ്യം വിളിച്ചപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് എന്തും മറുപടി പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വട്ടം വിളിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, താൻ ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട്, താൻ നോക്കിയാണോ വായിക്കുന്നതെന്ന്. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കൊന്ത മാത്രമേ ഉള്ളൂ, ഞാൻ ഒന്നും പിടിച്ചിട്ടല്ല പറയണേ, എൻ്റെ കയ്യിൽ കാശ് രൂപ ഉണ്ടായിരുന്നു, മാതാവാണ് എൻ്റെ അടുത്ത് സംസാരിച്ചതെന്ന് എനിക്ക് അപ്പം തോന്നി. കാരണം അത്രയ്ക്ക് വ്യക്തമായിട്ട് എനിക്കൊരു മലയാളി എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നോ അതേപോലെ മാതാവ് എൻ്റെ അടുത്ത് സംസാരിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി. അന്ന് എനിക്ക് വിസ വന്നെങ്കിലും പകുതി വിസ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. AIP എന്ന് പറഞ്ഞിട്ട് 50% ചാൻസ് ഉണ്ട്, 50% ചാൻസ് ഇല്ല, ഇത്ര മണിക്കുള്ളിൽ 2 പേപ്പർ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ സമയം അവിടുത്തെ സമയമായിട്ട് വ്യത്യാസമുള്ളത് കൊണ്ട് അന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ച അവധിയാണ്, ഞായറാഴ്ച അവധിയാണ്. നമ്മുടെ ഇവിടെ സമയ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഇന്ന് രാവിലെ 5:30 ഞാൻ എണീറ്റപ്പോൾ എനിക്ക് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം ഞാൻ ഒരാഴ്ച സമയം കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിസ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ അവർ നമുക്ക് പറ്റില്ല, ഇന്ന് തന്നെ അവിടെ ചെല്ലണം എന്നായിരുന്നു പറഞ്ഞത്. ഇന്ന് രാവിലെയാണ് എനിക്ക് മെയിൽ വന്നത്, ഒരാഴ്ച കൂടുതൽ തരാം, 21-ാം തീയതി ആവും എത്തിയാൽ മതി, കുഴപ്പമില്ലയെന്ന്. അങ്ങനെ എനിക്ക് ഇന്ന് മെയിൽ വന്ന് 5:30 രാവിലെ 10:30 ആയപ്പോൾ അത് സബ്മിറ്റ് ചെയ്തതിൻ്റെ പിന്നാലെ എനിക്ക് വിസ വന്നു, വിസ ഗ്രാൻഡായി. നാളെ രാത്രി 9 മണിക്ക് ഞാൻ ഇവിടുന്ന് പോവും, 12:30ക്കാണ് ഫ്ലൈറ്റ്. എനിക്ക് ഒരിക്കലും ഇതൊന്നും നടക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. എല്ലാ വഴികളും അടഞ്ഞ് ഒരു രീതിയിൽ നടക്കില്ലാത്ത രീതിയിൽ നിന്നപ്പോഴാണ് എനിക്ക് മാതാവ് വെള്ളിയാഴ്ച 9:30 ശേഷമാണ് എനിക്ക് മാതാവ് തന്നത്. അതുപോലെ ഇന്നലെ ഞായറാഴ്ച രാത്രിയാണ് എനിക്ക് വിസ അവരടിച്ചെന്ന് നമുക്കിവിടെ നേരം വെളുത്തപ്പോഴാണ് കിട്ടിയെന്നുള്ളൂ. അപ്പോൾ മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു. എനിക്ക് പുറത്താരോട് എനിക്ക് ദേഷ്യമില്ല, എൻ്റെ വീട്ടിൽ മാത്രമേ ഞാൻ ദേഷ്യപ്പെടുള്ളൂ. അമ്മയുടെ അടുത്താണെങ്കിലും പപ്പയുടെ അടുത്ത് എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് എൻ്റെ എല്ലാ ചെറുപ്പത്തിലെ സന്തോഷങ്ങളും ഇല്ലാണ്ടാക്കി എനിക്ക് ഒരിക്കലും പപ്പേനെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. അപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് മനസ്സിലെന്തോ ഭയങ്കര ഇതായിരുന്നു.
പക്ഷെ ആ ദേഷ്യമൊക്കെ മാറ്റിയപ്പോൾ എനിക്ക് പപ്പയുടെ അടുത്ത് പപ്പേനെ സ്നേഹിക്കാനും പപ്പയുടെ കൂടെ പപ്പയുടെ അടുത്ത് സംസാരിക്കണതിനും എനിക്കൊരു വിഷമമില്ല, ഒരു മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. വീട്ടിലും ആണെങ്കിലും എനിക്ക് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, നല്ല സന്തോഷമായിട്ട് വീട്ടിലെല്ലാവരുമായിട്ട് സഹകരിച്ച് പോകാൻ എല്ലാത്തിനും മാതാവ് എന്നെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിശ്വാസം, എനിക്ക് മാതാവിൽ ഇപ്പോൾ ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പറയാറുള്ളത് എൻ്റെ പ്രായത്തിലുള്ളവരോടാണ്. മാതാവിൻ്റെ അടുത്ത് നമ്മൾ വിശ്വസിച്ച് എന്ത് കാര്യം ചോദിച്ചാലും മാതാവ് ഈശോൻ്റെ അടുത്ത് നിന്ന് അത് സാധിച്ചു തരും. വേറെ ഒന്നും നമ്മൾ പറയണ്ട, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. മാതാവിന് ഇഷ്ടമുള്ളത് ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ച, മാതാവിന് എന്താണോ എന്നിൽ ഇഷ്ടം അത് മാതാവ് നടത്തിക്കോന്ന്. പക്ഷെ മാതാവ് എൻ്റെ ഇഷ്ടത്തിന് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെറിയ ചെറിയ പൈസ എന്നെ കൊണ്ട് പറ്റുന്നത് കാണുന്നവർക്ക് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അനാഥാലയത്തിൽ പോയിട്ടുണ്ട്, ശുശ്രൂഷ ചെയ്യാനായിട്ട് പൊതിച്ചോറ് വാങ്ങി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുത്തു, സ്റ്റാറ്റസും ഇത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോസ്. അപ്പോഴൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇതൊന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ കളിയാക്കി എന്തിനാ എല്ലാ ദിവസവും ഇതൊക്കെ കാണിക്കണേ, ഇതൊക്കെ വെറുതെയാണെന്ന്. പക്ഷേ അപ്പോഴും ഞാൻ വിശ്വസിച്ച് ഇതൊക്കെ ഷെയർ ചെയ്തു. ഇത് എനിക്ക് നാളെ വൈകുന്നേരം പോകാൻ പറ്റുന്നതും എല്ലാം മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഈശോയ്ക്കും മാതാവിന് നന്ദി. ഇപ്പോൾ ഞാൻ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ എല്ലാ ദിവസവും എനിക്ക് അമ്മ ഷെയർ ചെയ്യായിരുന്നു. പക്ഷേ ഞാനതൊന്നും ഇന്നേ വരെ എടുത്ത് നോക്കുമോ ചുമ്മാ സീൻ ചെയ്ത് വിടും, അല്ലാണ്ട് ഞാൻ തുറന്നു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ സാക്ഷ്യം കേൾക്കാറുണ്ട്, സാക്ഷ്യം വായിക്കാറുണ്ട്, മൊബൈലിൽ ഈശോൻ്റെ വീഡിയോസ് കാണാറ്, ഈശോൻ്റെ പാട്ട് കേൾക്കാനും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്.